ഒരു മനുഷ്യൻ ജനിച്ച് മരണമടഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ബലിതർപ്പണം ചെയ്യേണ്ടത് ആവശ്യമാണ്. അത്തരത്തിൽ കേരളത്തിൽ പലതരത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ടുള്ള ഒരു ക്ഷേത്രമാണ് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം. ക്ഷേത്രത്തിലെ പോറ്റി പ്രവീൺ കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. എന്താണ് ഈ ക്ഷേത്രത്തിലെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്? ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ വന്ന് ബലിയിട്ടിട്ടുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അതുപോലെ പരശുരാമ സ്വാമി അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ബലിയിട്ടിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. ശങ്കരാചാര്യ സ്വാമി ഇവിടെ വന്ന് ബലിയിട്ട സമയത്ത് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും പ്രതിഷ്ഠകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇവിടുത്തെ ആറ്റിലെ മണ്ണെടുത്തിട്ട് പരശുരാമ സ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു. ഇത്ര അടുത്ത കാലം വരെ ഇത് മണ്ണിലുള്ള വിഗ്രഹമായിരുന്നു. അതിനുശേഷം ഇവിടെ സുദർശൻ എന്ന് പറഞ്ഞ ഒരാളാണ് വെള്ളിയുടെ വിഗ്രഹമാക്കിയത്. പിന്നെ അതുപോലെ തന്നെ പരശുരാമ സ്വാമി ഇവിടെ വന്ന് ബലിയിട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. ശങ്കരാചാര്യ സ്വാമി അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച സമയത്ത് ബ്രാഹ്മണരെല്ലാവരും അദ്ദേഹത്തെ ഭ്രഷ്ട് കൽപ്പിച്ചിരുന്നു. അദ്ദേഹം നദി കടന്നു എന്നുള്ള കാരണത്തിൽ അവരാരും സഹകരിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് തപസ് ചെയ്യുകയും 3 ബ്രാഹ്മണർ പ്രത്യക്ഷപ്പെട്ട് ബലിക്ക് പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന് മനസ്സിലായത് ബ്രഹ്മാവും വിഷ്ണു ശിവനുമാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ്റെ സാന്നിധ്യമുള്ള ഒരു അമ്പലമാണ് ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം. എന്നുവെച്ചാൽ വിഷ്ണുവിൻ്റെ രൂപത്തിൽ പരശുരാമ സ്വാമിയും പിന്നെ ശിവനും ബ്രഹ്മാവും ഉണ്ട് ഇവിടെ. അതുപോലെ ബ്രഹ്മാവിനും വിഷ്ണുവിനും പരശുരാമ സ്വാമിക്കും ശിവനും തുല്യ പ്രാധാന്യം കൊടുത്താണ് ഇവിടെയുള്ള പ്രതിഷ്ഠ. അതുകൊണ്ട് ആറാട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് പരശുരാമ സ്വാമിയും പരമശിവനും രണ്ടുപേരും 2 ആനകളിലായിട്ടാണ് ആറാട്ടിന് പോകുന്നത്. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മുടെ എയർപോർട്ട് വഴിയാണ് അത് പോകാറ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ നിത്യബലിക്ക് വരുന്നൊരു ക്ഷേത്രമാണ് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം. അതുപോലെ കർക്കിടകവാൻ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ബലിതർപ്പണത്തിനെത്തുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രവും പരശുരാമ ക്ഷേത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? ഇത് രണ്ടും ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളാണ്. അതുകൂടാതെ പണ്ട് വില്ലുമംഗലം കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തല കാണണമെങ്കിൽ തിരുവല്ലത്തും ശരീരം കാണണമെങ്കിൽ അനന്തങ്കാടിലും കാല് കാണണമെങ്കിൽ തൃപ്പാദപുരത്ത് എത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്ഷേത്രമായിട്ട് ബന്ധമുള്ളത് അങ്ങനെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് ബന്ധമുള്ളത് അങ്ങനെയാണ്. വില്ലുമംഗല സ്വാമിയായിട്ടുള്ള ബന്ധമാണ് ഇങ്ങനെയാണ് 3 ക്ഷേത്രങ്ങളിൽ നിന്ന്. പരശുരാമ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ബലിതർപ്പണം നടത്താറുള്ളത്. എന്താണ് ആ ക്ഷേത്രങ്ങളിൽ മാത്രം നടത്താനുള്ള ഒരു പ്രത്യേകത എന്താണ്? യഥാർത്ഥത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മൾ ബലിതർപ്പണങ്ങൾ നടത്തുന്നത്. കേരളത്തിൽ വടക്കേന്ത്യയിൽ കൂടുതൽ ശിവക്ഷേത്രങ്ങൾ നടത്താറുണ്ട്. തെക്കേ ഇന്ത്യക്കാർ വിഷ്ണുവിലേക്കാണ് നമ്മൾ പിതൃക്കളെ നിലനിർത്തുക, സമർപ്പിക്കുന്നത്. അത് വിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ പരശുരാമ സ്വാമി. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളത്. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ നടത്താറുണ്ട്. ഈ ബലിതർപ്പണം നടത്തുന്നത് മാസത്തിലൊരിക്കലാണോ, വർഷത്തിൽ, അങ്ങനെ എന്താ കണക്കെന്തെങ്കിലും ഉണ്ടോ? ഇവിടെ സാധാരണ ഒരാൾ മരിച്ചാൽ നമ്മുടെ കടവിൽ ദിവസം ബലിയിടിക്കുന്നത് 16 വരെ ദിവസം ബലിയിടാം. 16ൻ്റെ ബലിയും കടവിൽ ചെയ്യാം. 41 അതിന് ശേഷമുള്ള ബലികൾ അമ്പലത്തിൽ ചെയ്യും. ഇവിടെ 41 ദിവസം മണ്ഡല ശ്രാദ്ധം എന്ന് പറയും, അത് അമ്പലത്തിനകത്തുണ്ട്. അത് കഴിഞ്ഞ് മാസം തോറും മരിച്ച നാളിന് ബലിയിടാറുണ്ട് എല്ലാ മാസവും. അതിനുശേഷം 1 വർഷമാകുമ്പോൾ ഇവിടെ ആലുവൊക്കെ വെച്ച് ബലിയിട്ട് ഇരുത്തുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനാണ് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ഭഗവാനിലേക്ക് ലയിപ്പിക്കുക എന്നാണ് അതിനർത്ഥം. അതിനെല്ലാവരും പുറത്തുനിന്നുള്ളവരും വരാറുണ്ട്. അങ്ങനെ 1 വർഷമാകുമ്പോൾ പ്രതിമ വെച്ച് ബലിയിടും, തിലോമത്തിൽ കൊടുക്കും, എന്നിട്ട് പരശുരാമ സ്വാമിയിലേക്ക് ലയിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നു. ഒരു മരണം സംഭവിച്ചുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ചടങ്ങുകളായിട്ട് എന്തൊക്കെയാണ് വരുന്നത്? അത് കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യണം? ഒരാൾ മരിച്ചാൽ നമ്മൾ ദിവസ ബലിയിടുമ്പോൾ അവർക്ക് ദിവസം ആഹാരം കൊടുക്കുന്നതിന് തുല്യമാണ്. 16 ദിവസം വരെ ദിവസ ബലിയിടണം. ബ്രാഹ്മണരെ സംബന്ധിച്ച് അതൊരു 10-11 ദിവസമാണ് ചെയ്യുന്നത്, 10-11 ബാക്കിയുള്ളവർ 16 ദിവസം വരെ ദിവസ ബലിയിടുക. അത് കഴിഞ്ഞാൽ അവർ അന്തരീക്ഷം വിട്ട് ശരീരം വിട്ട് പോയി കഴിയുമ്പോൾ മാസം തോറും ബലിയിടാറുണ്ട്. അപ്പോഴും അവർക്ക് ദിവസം ആഹാരം കൊടുക്കുന്നതിന് തുല്യമാണ്. അതും കഴിഞ്ഞ് അവർ ശരീരമൊക്കെ വിട്ട് ഒരു പിതൃവായി കഴിഞ്ഞാൽ പിന്നെ വർഷം തോറും ബലിയിടുമ്പോഴും നമ്മൾ അവർക്ക് ദിവസം ആഹാരം കൊടുക്കുന്നതിന് തുല്യമാണ്. ഈ കർക്കിടക വാവിനാണ് കൂടുതലായിട്ടും ആൾക്കാർ ഈ ബലിയിടാൻ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്. എന്താണ് ഈ കർക്കിടക വാവിന് ബലിയിടാനുള്ള ഒരു പ്രത്യേകത എന്താണ്? കർക്കിടകം എന്ന് പറഞ്ഞാൽ ദക്ഷിണായനത്തിലെ ആദ്യത്തെ വാവാണ് കർക്കിടകം. ദക്ഷിണായനം എന്ന് പറഞ്ഞാൽ കർക്കിടകം മുതലുള്ള 6 മാസത്തെ ദക്ഷിണായനം എന്ന് പറയും. അത് പിതൃക്കളുടെ പകലായിട്ടാണ് സങ്കല്പം. ഉത്തരായനം പിതൃക്കളുടെ രാത്രിയായിട്ടും. അതുപോലെ ദേവന്മാർക്ക് തിരിച്ചുമാണ്. ദേവന്മാർക്ക് ദക്ഷിണായനം രാത്രിയും ഉത്തരായനം പകലുമായിട്ട് കൂട്ടും. അപ്പോൾ പിതൃക്കളുടെ കർമ്മങ്ങളൊക്കെ നമ്മൾ ദക്ഷിണായനത്തിലാണ് കൂടുതലും നല്ല ചെയ്യാൻ. അപ്പോൾ അതിൽ ആദ്യത്തെ വാവാണ് കർക്കിടവാവ്. അപ്പോൾ അതുകൊണ്ട് പിതൃക്കളെല്ലാം കർക്കിടവാവിന് ഭൂമിയിൽ എത്തുന്നതായിട്ടും പിതൃക്കളെ അനുഗ്രഹം ജനങ്ങൾക്കുണ്ടാവുന്നതായിട്ടും സങ്കല്പമുണ്ട്. അതുകൊണ്ടാണ് കർക്കിടവാവിന് ബലിയിടുന്നത്.
നിരവധി ഭക്തജനങ്ങൾ പുറത്തു നിന്നും ഇവിടേക്ക് എത്താറുണ്ട്. ദിവസേന ഈ ഒരു ബലിതർപ്പണം ഇവിടെ നടക്കാറുമുണ്ട്. എന്താണ് ഇത്രയും അധികം ആൾക്കാർ ഇങ്ങോട്ടേക്ക് ഒഴുകി എത്താനുള്ള ഒരു കാരണം? കാരണം കേരളത്തിലെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളാണ് തിരുവല്ലം, തിരുനെല്ലിയും. ഇല്ലം, നെല്ലി, വല്ലം എന്നാണ് പണ്ടത്തെ ചൊല്ല്. തിരുവല്ലം, തിരുനെല്ലി, ഇല്ലം, ഈ 3 സ്ഥലങ്ങളാണ് ബലിക്ക് ഏറ്റവും പ്രധാനം. അതിൽ തിരുവല്ലം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അമ്പലത്തിനകത്ത് തന്നെ ബലി നടക്കുന്ന സ്ഥലമാണ്. ബാക്കി എവിടെ പോയാലും കടൽ തീരത്ത് നദിയുടെ കരയിലൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. ഇവിടെ മാത്രമുള്ള പ്രത്യേകത അമ്പലത്തിനകത്തുള്ള ബലി. അതുപോലെ ഇവിടെ ഒരു ത്രിവേണിയുണ്ട്. കരമനയാറ്, പാർവതി പുത്തനാറും ഒക്കെ ചേരുന്ന ഒരു പിന്നെ പാർവതി കിള്ളിയാറ്, അങ്ങനെ 3 നദികൾ ചേരുന്ന ഒരു ത്രിവേണി സംഗമമുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ പണ്ട് തൊട്ടേ ശങ്കരാചാര്യ സ്വാമി, പരശുരാമ സ്വാമി അവരൊക്കെ ബലിയിട്ടിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിശ്വാസമുള്ള അമ്പലമാണ് ഇവിടെ. ദുർമരണങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകതരം ബലിതർപ്പണങ്ങളൊക്കെ നടത്താറുണ്ട്? ദുർമരണം സംഭവിച്ചതിന് നമ്മൾ സാധാരണ ഒരു ദുർമരണത്തിലെ പ്രതിമ വെച്ചാണ് 41-ാം ദിവസം ബലിയിടുക. അത് നമ്മൾ പണ്ട് കാലത്ത് ഇവിടെ കെട്ടിവെക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളത് ആവാഹിച്ചതിന് ശേഷം തിലഹോമം നടത്തും. അതിനുശേഷം കാണിക്കുകയും ചെയ്തിടും. പരശുരാമസ്വാമിയുടെ ഫ്രണ്ടിലുള്ള കാണിക്കുകയും ചെയ്തിടും. അതിനുശേഷം എല്ലാ മാസവും ബലിതർപ്പണം നടത്തും. 13-ാമത്തെ ബലിയാകുമ്പോൾ നമ്മൾ വേറൊരു സ്ത്രീയാണ് മരിച്ചെങ്കിൽ സ്ത്രീരൂപം, പുരുഷനാണെങ്കിൽ പുരുഷവും വെച്ച് ബലിയിട്ട് സമർപ്പിക്കും. ഇവിടെ നടയിൽ കൊടുത്ത് സമർപ്പിക്കും. അത് നമ്മൾ സാധാരണ മാസബലി എന്നുള്ള നിർബന്ധമായിട്ട് അതിന് ചെയ്യാറുണ്ട്. വ്രതം എടുക്കുന്ന വ്യക്തികളുണ്ടാവുമല്ലോ ഈ ബലിതർപ്പണം നടത്തുന്നത്, എന്തെങ്കിലും പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? വ്രതം എടുക്കുമ്പോൾ നമ്മൾ തലേ ദിവസം ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാറുള്ളൂ. മത്സ്യമാംസവും കഴിക്കില്ല. ബലിയുടെ ദിവസം ബലി കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക, തീർത്ഥം കുടിക്കുക, അമ്പലങ്ങളിൽ പോവുക, ആഹാരം കഴിക്കുക, എല്ലാം ബലി കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. കാരണം പിതൃക്കൾ കഴിഞ്ഞിട്ടേ നമുക്ക് ദൈവമുള്ളൂ. പിതൃക്കൾ വഴിയാണ് നമ്മൾ ദൈവത്തെയൊക്കെ കണ്ടത്. അപ്പോൾ പിതൃക്കളുടെ കാര്യം കഴിഞ്ഞിട്ട് നമ്മൾ ബലിയിടാൻ പാടുള്ളൂ. പിന്നെ എത്ര ദിവസം വ്രതം എടുക്കുന്നു അത്രയും നല്ല. നമ്മുടെ ശരീരശുദ്ധി പോലെ തന്നെ എത്ര ശരീരശുദ്ധി കൂടുന്നു അതനുസരിച്ച് മനഃശുദ്ധിയും കൂടും. ബലിതർപ്പണത്തിൽ ചെലവ് എത്ര വരും ഭക്തജനങ്ങൾ? ബലി ടിക്കറ്റിന് 100 രൂപ, തിലഹോമത്തിന് 65 രൂപ, പിന്നെ നമ്മൾ പ്രതിമ സമർപ്പണം ഉണ്ടെങ്കിൽ അതിന് 65 രൂപ. പിന്നെ നമ്മൾ ആണ്ടുബലി എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുമ്പോൾ ബലി, തിലഹോമം, അർച്ചന, വഴിപാടെല്ലാം കൂടെ ചേർത്തായിരിക്കും എടുക്കുന്നത്. അതിനതുകൊണ്ട് ഒരാൾ വരുമ്പോൾ 525 രൂപ ടിക്കറ്റുകളാകും, വഴിപാടെല്ലാം ഉൾപ്പെടെ. പിന്നെ പൂജാസാധനം വാങ്ങിക്കുകയാണെങ്കിൽ പൂജാസാധനം എല്ലാം ഉൾപ്പെടെ ഒരാൾക്ക് 500 രൂപയാവും. ഒന്നിൽ കൂടുതൽ പേര് വരുമ്പോൾ അവർക്കൊരു 100 വെച്ച് സാധനത്തിന് കൂടും. ടിക്കറ്റിന് ഏതാണ്ട് 120 വെച്ചും കൂടും. ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ ബലിതർപ്പണം തന്നെയാണ്. പിന്നെ തിലഹോമമുണ്ട്, പിന്നെ അർച്ചനയുണ്ട്, വഴിപാടുകൾ, പാൽപ്പായസം, ശർക്കര പായസം, ഉണ്ണിയപ്പം, ഇങ്ങനെയുള്ള വഴിപാടുകളുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ബലിതർപ്പണം ക്ഷേത്രത്തിന് അകത്ത് നടത്തുന്നു എന്നൊരു പ്രത്യേകത തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിനുണ്ട്. കൂടാതെ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ദിവസേന ഒഴുകിയെത്തുന്നത്. ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം മനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.